ഏവർക്കും ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജെഇ മാത്സ് ഫൗണ്ടേഷൻ ക്ലാസ്സിൻ്റെ സേഴ്സ് എന്ന ഭാഗത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് കാണുന്നത്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത്. കുറച്ച് ലെന്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ഉത്തരം ലെന്തി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം കാണണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് മെൻറ്റർ. നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം: if root x plus root of x minus under root 1 minus x is equal to 1, ഫൈൻഡ് ദ എക്സ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ 1ന് തുല്യമാണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വില കാണുക എന്നുള്ളതാണ് ചോദ്യം. നമുക്കത് ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്ക് ഈ റൂട്ടിനെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റൂട്ട് എക്സിനെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ എന്തുകൊണ്ട്? റൂട്ട് ഓഫ് എക്സ് മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് എക്സ്. ക്ലിയർ ആയാലും. അപ്പോൾ ഈ റൂട്ട് എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിൽ ഹോൾ റൂട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിലുള്ള ഹോൾ റൂട്ട് മാറി കിട്ടും. ബാക്കി എന്ത് കിട്ടും? എക്സ് മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് എക്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 1 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്താണ്? എക്സ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ബാലൻസ് എന്തുകൊണ്ട്? മൈനസ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 റൂട്ട് എക്സ്. അപ്പോൾ എഗെയിൻ നമ്മൾ ഈക്വൽ സൈഡിൻ്റെ ലെഫ്റ്റ് സൈഡ് റൂട്ട് ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയറിങ് ചെയ്യുന്നു. അപ്പോൾ ഈ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആവും. അതോടൊപ്പം തന്നെ റൂട്ടും മാറി കിട്ടും. ബാക്കി എന്ത് കിട്ടും? 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു. ഇനി എന്താണ് ഇവിടെ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കണം അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 2 റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 റൂട്ട് എക്സ് പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ വെച്ചാൽ എന്താണ്? 2ൻ്റെ സ്ക്വയർ 4 റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എത്രയാണ്? എക്സ്. അപ്പോൾ ഈ പ്ലസ് 1ഉം ഇവിടുത്തെ പ്ലസ് 1ഉം ഇവിടുത്തെ പ്ലസ് 1ഉം ക്യാൻസലായി പോവും. 4xനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 4x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 4 റൂട്ട് എക്സ്. അപ്പോൾ മൈനസ് 4xും മൈനസ് എക്സും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 5x ഈസ് ഈക്വൽ ടു മൈനസ് 4 റൂട്ട് എക്സ്. അപ്പോൾ നമുക്കെന്ത്? മൈനസും മൈനസും വെട്ടിപ്പോവും. അപ്പോൾ എക്സാണ് കണ്ടുപിടിക്കേണ്ടല്ലേ? എക്സിന് ഇവിടെ നിർത്തുന്നു. റൂട്ട് എക്സിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ 4 ഉണ്ട്. 5 റൈറ്റ് സൈഡിൽ വരുമ്പോൾ 4/5. അപ്പോൾ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 4/5. അപ്പോൾ റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 4/5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ 16 ഹോൾ ഡിവൈഡഡ് ബൈ 5യുടെ സ്ക്വയർ 25 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ചോദ്യം പറയുന്നത്: if x is equal to 1/2 root a plus 1/√a, then find the value of
റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എന്താണ് എക്സ്? എക്സ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് റൂട്ട് എ പ്ലസ് 1/√a. നമുക്കപ്പോൾ എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്താണ്? എ പ്ലസ് ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോമൺ ഡിനോമിനേറ്ററായി മാറി റൂട്ട് എ, 2 ഇൻറ്റു റൂട്ട് എ. നമുക്ക് വേണ്ടുന്നത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ചെയ്തിട്ട് നമുക്കിവിടെ എല്ലാം വേണ്ടത് എക്സ് സ്ക്വയർ വേണമല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു റൂട്ട് എയുടെ സ്ക്വയർ എത്രയാണ്? എ. ദെൻ എക്സ് സ്ക്വയർ, ഇനി അടുത്തതാണ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന ടേം നമുക്ക് അത് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ എ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a മൈനസ് 1. നമ്മൾ മൈനസ് 1 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കിട്ടി? എ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4a ഇൻറ്റു 1 4a. അപ്പോൾ 4a എന്തായിട്ട് മാറി? കോമൺ ഡിനോമിനേറ്ററായി മാറി. ഇനി എ പ്ലസ് 1 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്യുമ്പം എ സ്ക്വയർ പ്ലസ് 2a പ്ലസ് 1 പിന്നെന്തുകൊണ്ട്? മൈനസ് 4a ദ ഹോൾ ഡിവൈഡഡ് ബൈ 4a. അപ്പോൾ ഇതെന്തായി? എ സ്ക്വയർ പ്ലസ് 2a മൈനസ് 4a എന്ന് പറയുമ്പോൾ മൈനസ് 2a പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4a. എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 എന്താ നമുക്കറിയാം. എന്താണ് അത്? എന്താണ്? എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻ്റെ എക്സ്പാൻഷൻ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a. ഇനി നമുക്കപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്? എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. നമുക്കിവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു എ മൈനസ് 1 ദ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? എ മൈനസ് 1 ഡിവൈഡഡ് ബൈ 4ൻ്റെ റൂട്ട് എന്താണ്? 2. എയുടെ റൂട്ട് എന്താണ്? റൂട്ട് എ. നമുക്ക് എക്സ് മൈനസ് ചെയ്യാം. എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് എന്താണ്? എക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? എ പ്ലസ് 1/2a ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് എ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്താണ്? എ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എ. അപ്പോൾ എന്താണ്? ഡിനോമിനേറ്റർ ഈക്വലാണ്. നമുക്ക് എന്ത് കിട്ടും? 2 റൂട്ട് എ എന്ന് പറയുന്നത് കോമൺ ഡിനോമിനേറ്ററാണ്. എ പ്ലസ് 1 മൈനസ് എ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1. അപ്പം മൈനസും മൈനസും വെട്ടിപ്പോയി. 1 + 1 2ഉം 2ഉം ഈ 2ഉം വെട്ടിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√a. ഇനി നമുക്ക് എന്താണ്? എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് എക്സ്പ്രഷൻ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ റൂട്ട് വാല്യൂ എ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എ. ഇതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെയാണ് ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി എക്സ് മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ൻ്റെ റൂട്ട് എന്താണ്? 1/√a ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 1/√a.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് എയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് കിട്ടി? a-1 /2 എന്നുള്ള ഉത്തരം കിട്ടി. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലൂടെ കിടക്കാം. If x is equal to 3 plus 3 raised to 1/3 plus 3 raised to 2/3, show that x cube minus 9x square plus 18x minus 12 is equal to 0. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഈ 3-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x minus 3 is equal to 3 raised to 1/3 plus 3 raised to 2/3. അപ്പം 1/3 2/3 എന്ന് പറയുന്നത് ക്യൂബിക്കാണ്. അത് മാറാൻ വേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? രണ്ട് സൈഡും ക്യൂബ് ചെയ്യുന്നു. ക്യൂബിങ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് കിട്ടി? x minus 3 the whole square is equal to whole cube is equal to 3 raised to 1/3 plus 3 raised to 2/3 the whole raised to 3. ഇനി എന്താണ്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ a മൈനസ് ആണ്. അപ്പോൾ a-b the whole ക്യൂബിൻ്റെ എക്സ്പാൻഷൻ ഞാനെന്ന് പറയാം. എന്താണ് a-b the whole ക്യൂബ്? a ക്യൂബ്. അപ്പോൾ മൈനസ് ആയതുകൊണ്ട് ഫസ്റ്റ് പ്ലസ് ആണ്, പിന്നെ മൈനസ്, പ്ലസ് മൈനസ് ആൾട്ടർനേറ്റീവ് പ്ലസ് ആൻഡ് മൈനസ് വന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു a ക്യൂബ് മൈനസ് 3 ഇൻറ്റു a സ്ക്വയർ ബി, അടുത്ത പ്ലസ് ആണ്, പ്ലസ് 3 ഇൻറ്റു ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. അപ്പോൾ നമുക്ക് LHS സൈഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x മൈനസ് 3 the whole ക്യൂബ് എന്ന് പറയുമ്പോൾ x ക്യൂബ് മൈനസ് 3 ഇൻറ്റു a സ്ക്വയറിന് പകരം x സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? 3 പ്ലസ് 3 ഇൻറ്റു a എന്ന് പറയുന്നത് x ആണ്, b എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3 സ്ക്വയർ, സോറി ഇത് മൈനസ് ആണ്, ദിസ് ഈസ് മൈനസ്, മൈനസ് ബി എന്ന് പറയുന്നത് 3 ആണ്, 3 ക്യൂബ്. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ മാത്രം ഒന്ന് ചെയ്യാം. x ക്യൂബ് മൈനസ് 3 ഇൻറ്റു 3 9x സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 9 ഇൻറ്റു 3 27x മൈനസ് 3 ക്യൂബ് ഇസ് ഈക്വൽ ടു 27. ഇത് നമ്മുടെ LHS ആണ്. ഇതാണ് നമ്മുടെ LHS. ഇത് നമുക്ക് എന്ത് ചെയ്യണം? RHSന് ഇതാണ് RHSനെ വലുതാക്കുമ്പോൾ എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ എല്ലാം പ്ലസ് ആയിരിക്കും. അപ്പോൾ a ക്യൂബ് എന്ന് പറയുമ്പോൾ 3 raised to 1/3 the whole ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3 raised to 1/3 whole സ്ക്വയർ ഇൻറ്റു 3 raised to 2/3 ബി ആണല്ലോ, പ്ലസ് അടുത്ത എന്താണ്? 3 ഇൻറ്റു a ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 1/3 ഇൻറ്റു 3 raised to 2/3 the whole സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടൈം എന്താണ്? 3 raised to 2/3 3 raised to 2/3 the whole raised to 3. അപ്പോൾ ഇവിടുത്തെ 3യും 3യും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ബാക്കി എന്ത് കിട്ടും? 3 കിട്ടും, പ്ലസ് 3 ഇൻറ്റു 3 raised to 2/3 3 raised to 2/3 ഇൻറ്റു 3 raised to 2/3 പ്ലസ് 3 raised to 3 ഇൻറ്റു 3 raised to 1/3 ഇൻറ്റു 3 raised to 4/3 പ്ലസ് 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ബാക്കി എന്ത് കിട്ടും? 3 സ്ക്വയർ 9. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3യും 9 കൂട്ടുമ്പോൾ 9 3 12 പ്ലസ് ഇവിടുന്ന് നമുക്ക് ആരെ പുറത്തെടുക്കാം? ഇവിടുന്ന് ഒരു 3യെ പുറത്തെടുക്കാം. 3യെ പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്ത് കിട്ടും? 3 raised to 2/3
ഇൻറ്റു അല്ലെങ്കിൽ നമുക്ക് എഴുതാം 3/4/3 എന്ന് എഴുതാം. 3/2/3 ഇൻറ്റു 3/2/3 എത്രയാണ്? 3/4/3 പ്ലസ് ദിസ് 3 പുറത്ത് വന്നു, ബാക്കി എന്ത് കിട്ടും? 3/1/3 പ്ലസ് 4/3 എത്രയാണ്? 5/3. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കോമൺ എടുക്കാം. 12 അധികം 3 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3/1 ആകുമ്പോൾ ബാക്കി എന്ത് കിട്ടും? 4/3 മൈനസ് 3/4/3 divided by 3/1 is equal to 3/4/3 minus 1, that is equal to 4 minus 3, 3/1/3. ക്ലിയർ ആയല്ലോ? a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m മൈനസ് n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/1/3 കിട്ടി. പ്ലസ് ഇവിടെ 5/3 മൈനസ് 5/3 മൈനസ് 1 എത്ര കിട്ടും? 5 മൈനസ് 3 2/3. അപ്പോൾ 3/2/3. അപ്പോൾ നമുക്കിവിടെ എഴുതാം 12 അധികം 3 ഇൻറ്റു 3 എത്രയാണ്? 6 ഇൻറ്റു 3/1/3 പ്ലസ് 3/2/3. 3/1/3 പ്ലസ് 3/2/3 എന്താണ്? x-3 ആണ്. x-3. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം, എഴുതാം. അപ്പോൾ എന്താണ്? LHSൽ എന്താണ്? x³ മൈനസ് 9x² പ്ലസ് 27x മൈനസ് 27 പ്ലസ് 27x മൈനസ് 27 ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് RHS കിട്ടിയത് 12 പ്ലസ് 6 മൈനസ് 3. 12 പ്ലസ് 6 ഇൻറ്റു x-3. then x³ മൈനസ് 9x² പ്ലസ് 27x മൈനസ് 27 ഈസ് ഈക്വൽ ടു 12 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6x മൈനസ് 6 3s are 18. then x³ മൈനസ് 9x² പ്ലസ് 27x മൈനസ് 27 ഈസ് ഈക്വൽ ടു 12 മൈനസ് 18 എത്രയാണ്? മൈനസ് 6 പ്ലസ് 6x. അപ്പോൾ എല്ലാത്തിനും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ x³ മൈനസ് 9x² പ്ലസ് 27x മൈനസ് 27 മൈനസ് 6 ഇപ്പുറം വരുമ്പോൾ എത്ര കിട്ടും? പ്ലസ് 6x ഇപ്പുറം വരുമ്പോൾ മൈനസ് 6x ഈസ് ഈക്വൽ ടു 0. then ഫൈനൽ ആൻസർ എത്തി. x³ മൈനസ് 9x മൈനസ് 6x എത്രയാണ്? മൈനസ് 9x, സോറി വേറെ ടൈം ഇല്ലല്ലോ, മൈനസ് 9x² പ്ലസ് 27x മൈനസ് 6x ദാറ്റ് ഈസ് ഈക്വൽ ടു 27 6 പോകുമ്പോൾ എത്ര കിട്ടും? ഒരു മിസ്റ്റേക്ക് പറ്റി. 3 ഇൻറ്റു 3 ഇവിടെ 9 ആണ്, സോറി 3 ഇൻറ്റു 3 ഇവിടെ 9 ആണ്. അപ്പം നമുക്ക് അവിടെയാണ് ഉത്തരം കിട്ടുക. അപ്പം 9 ഇസ് ഈക്വൽ ടു 9. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 9x 9 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 27 മൈനസ് 27. അപ്പോൾ മൈനസ് 27 ക്യാൻസലായി പോവും. അപ്പോൾ 12 പ്ലസ് ഇവിടെ പറ്റിക്കണ്ടാം 12 പ്ലസ് 9x എന്ന് എഴുതാം. അപ്പോൾ ഈ ടീം വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x³ മൈനസ് 9x² പ്ലസ് 27x 27 ക്യാൻസൽ ചെയ്ത് പോയല്ലോ. ബാക്കി എന്ത് കിട്ടി? 9x ഇവിടെ വരുമ്പോൾ മൈനസ് 9x 12 ലെഫ്റ്റ് സൈഡ് വരും മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. ദെൻ ഫൈനൽ ആൻസർ x³ മൈനസ് 9x²
പ്ലസ് 27x മൈനസ് 9x എത്രയാണ്? പ്ലസ് 18x മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. അതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 9x² പ്ലസ് 18x മൈനസ് 12 ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മൾ സ്ക്വയർ ചെയ്യേണ്ടത്. ഇവിടെ 3 × 3 9 ആണ്, ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഉത്തരം കിട്ടി. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 4 നമുക്കറിയാതെ ക്യൂബാണ്, ക്യൂബിക് റൂട്ടാണ്. അപ്പോൾ ക്യൂബിക് റൂട്ട് മാറാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബിങ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് 4 + √15 ഹോൾ റേസ്റ്റ് 1/3, ബി എന്ന് പറയുന്നത് 4 - √15 റേസ്റ്റ് 1/3. അപ്പോൾ എ ക്യൂബ് എന്താണ്? ഇതിൻ്റെ റേസ്റ്റ് 1/3 ആകുമ്പം ക്യൂബ് പോവും, ബാക്കി എന്ത് കിട്ടും? 4 + √15 പ്ലസ് അതുപോലെ ബി ക്യൂബ് ആകുമ്പോൾ ഈ 3 വെട്ടിപ്പോവും, ബാക്കി എന്ത് കിട്ടും? 4 - √15 പ്ലസ് 3 ഇൻറ്റു എ എന്താണ്? 4 + √15 ഹോൾ റേസ്റ്റ് 1/3 ഇൻറ്റു 4 - √15 ഹോൾ റേസ്റ്റ് 1/3 ഇൻറ്റു എ എന്താണ്? 4 + √15 ദ ഹോൾ റേസ്റ്റ് 1/3 പ്ലസ് 4 - √15 ദ ഹോൾ റേസ്റ്റ് 1/3. അപ്പോൾ നമ്മൾ ആൽജിബ്ര ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കുമ്പോൾ പ്ലസ് √5 മൈനസ് √15 ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി എന്ത് കിട്ടും? 4 + 4 ഈസ് ഈക്വൽ ടു 8 പ്ലസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു എ റേസ്റ്റ് ടു എം ഇൻറ്റു ബി റേസ്റ്റ് ടു എം ഈസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ്റ്റ് ടു എം എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? 3 ഇൻറ്റു 4 + √15 ഇൻറ്റു 4 - √15 ദ ഹോൾ റേസ്റ്റ് ടു രണ്ടിൻ്റെയും പവർ ഒന്നായതുകൊണ്ട് 1/3 എന്ന് എഴുതാം ഇൻറ്റു 4 + √50 റേസ്റ്റ് 1/3 പ്ലസ് 4 - √15 റേസ്റ്റ് 1/3 എന്താണ്? എക്സ് ആണ്. അപ്പോൾ അവിടെ എക്സ് എന്ന് എഴുതി. ദെൻ x² ഈസ് ഈക്വൽ ടു 8 പ്ലസ് ഇവിടെ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു a² മൈനസ് b². അപ്പോൾ ഇവിടെ എന്താ കേട്ടോ? 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16, a² മൈനസ് √15ൻ്റെ സ്ക്വയർ 15 ദ ഹോൾ റേസ്റ്റ് ടു 1/3 ഇൻറ്റു എക്സ്. അപ്പോൾ 16 - 15 1 ആണ്, 1/1/3 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² ഈസ് ഈക്വൽ ടു 8 + 3x. അപ്പം നമ്മൾ ഇതിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² മൈനസ് 3x മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഷോ ദാറ്റ് എന്നുള്ള ആൻസർ കിട്ടും. നമുക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ്. √15 മൈനസ് √12 ഈസ് ഈക്വൽ ടു √4 മൈനസ് √x. ഫൈൻഡ് ദ എക്സ്. അപ്പോൾ ഇവിടെ √x ഉണ്ട്, ഇവിടെ മൈനസ് √x ഉണ്ട്. ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ √x പ്ലസ് √x ഈസ് ഈക്വൽ ടു √4 മൈനസ് 12നെ √12 ഇപ്പുറം കൊണ്ടുവന്നു പ്ലസ് √12. √x പ്ലസ് √x എന്താണ്? 2√x ഈസ് ഈക്വൽ ടു √4 എന്താണ്? 2. √12 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം 2√x ഈസ് ഈക്വൽ ടു 2 പ്ലസ് √4 2 ആണ്, 2 × √3.
അപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ടൂവും ക്യാൻസൽ ചെയ്തും ബാക്കി എന്ത് കിട്ടും? 1+√3. നമുക്ക് എന്താ വേണ്ടുന്നത്? റൂട്ട് എക്സ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 1+√3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു √3 ബി പ്ലസ് ബി സ്ക്വയർ ചേർത്താണ് √3² 3. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4+2√3. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഞാൻ. നിങ്ങൾക്ക് അടുത്ത 3-ാം ഭാഗത്തിലേക്ക് കാണും വരെ നമുക്കെല്ലാവർക്കും പ്രിയ നന്ദി, നമസ്കാരം.